വെൽക്കം അവരാണ്. ഇത് LG 21 ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഈ ബോർഡ് ഇതിൻ്റെ ഒറിജിനൽ ട്യൂബും കവറിലും അല്ല ഇരിക്കുന്നത്, വേറൊരു ട്യൂബും കവറിലുമാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് ഇതിൽ വെച്ചത്. ട്യൂബാണോ കംപ്ലൈൻ്റ് എന്നറിയാം. അപ്പോൾ ഇവിടെ കളർ ചെത്തുന്നുണ്ട്, പിന്നെ ബ്ലൂ ബാക്ക് ബ്ലിങ്കിങ്ങുമാണ്, പിന്നെ ഇതാ റെഡും റോസും ഒക്കെ ഈ കലർന്ന് പിക്ചർ ഇതാ വെട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഫുള്ള് കളറൊക്കെ റെഡൊക്കെ കയറി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ബോർഡിൽ ഒരു RGBയുടെ ഡയോഡുണ്ട്, സെനർ ഡയോഡ്, ഗ്ലാസ് ടൈപ്പ് ഡയോഡ്. അത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അത് ഷോർട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് ഊരി വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഊരി നിർത്തുകയാണ്. അപ്പം അങ്ങനെ ഊരി നിർത്തി ചെക്ക് ചെയ്ത് നോക്കാം. അത് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കറക്റ്റ് വാല്യൂ ഉള്ള ഡയോഡ് വേറെ ഇട്ടാൽ മതി, കറക്റ്റ് ആയെങ്കിൽ. പിന്നെ ചിലവർ ഇടത്തില്ല, പിന്നെ അങ്ങനെ ഇടാതിരിക്കാൻ പാടില്ല, ഇടണതാണ് നല്ലത്. അപ്പോൾ അതാ ഡയോഡ് ഊരി നിർത്തിയിട്ടുണ്ട്. ടി വിന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബോർഡ് ഇരുന്ന് ഒറിജിനൽ ട്യൂബും കവറുമാണത്. അപ്പോൾ ഈ ട്യൂബ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ മറ്റേ ട്യൂബിലോട്ട് ഈ ബോർഡ് എടുത്ത് കണക്ട് ചെയ്ത് നോക്കിയത്, ട്യൂബിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയാം. അപ്പോൾ അതിലും ഒരേപോലെയൊക്കെ തന്നെ നിന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കംപ്ലൈൻസ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് നല്ല ഗ്രെയിൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആ ബ്ലിങ്കിങ് മാറി, ആ കളർ കയറി നിൽക്കുന്ന ആ പ്രോബ്ലംസ് എല്ലാം മാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ മുകളിലൊരു ലൈനുണ്ട്, കണ്ടില്ലേ? ഈ ലൈന് സിമ്പിളായിട്ട് മാറ്റാം. ബോർഡിൽ വെർട്ടിക്കൽ സൈഡ് കംപ്ലൈൻറ്റ്. അപ്പോൾ ബോർഡിൽ ഒരു കപ്പാസിറ്ററുണ്ട്, 35 വോൾട്ട് 100 മ്യൂഫിൻ്റെ കപ്പാസിറ്റർ. ഇതാണ് ഈ കപ്പാസിറ്റർ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഇതേപോലെ ആ കളേർഡ് ലൈൻസ് മുകളിൽ വരുന്നത്. RGB ലൈൻസ് എന്നൊക്കെ പറയും. ഈ ലൈൻസ് മുകളിൽ മാത്രമേ വരൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ കപ്പാസിറ്റർ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ടി ഓൺ ചെയ്ത് നോക്കാം. ടി ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ലൈൻസ് എല്ലാം ഡിസപ്പിയർ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും മറക്കല്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.